ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നാം കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണല്ലോ. നമ്മുടെ ആയുസ്സോളം നോമ്പെന്ന ആത്മീയ തീർത്ഥാടനത്തിലൂടെ മുന്നേറുന്ന തീവ്ര അനുഭവത്തിൻ്റെ കാലമാണല്ലോ കഷ്ടാനുഭവ ആഴ്ച. ഈ അവസാനത്തെ ആഴ്ചയിൽ നാം എത്തി നിൽക്കുമ്പോൾ ഓശാന ഞായർ മുതൽ ഉയർപ്പ് നാൾ വരെയുള്ള 8 ദിവസങ്ങളിലെ യേശുവിൻ്റെ അവസാന ആഴ്ചയിലെ അനുഭവങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് നാം നടത്തുക. ഇതെന്തുകൊണ്ടും ഏറ്റവും തീവ്രമായ, ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഏറ്റവും തീവ്രമായ ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുക. കുരിശിൻ്റെ തണലിലൂടെ, കുരിശിൻ്റെ പ്രകാശത്തിലൂടെ ചരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലാണ് ഓരോ കഷ്ടാനുഭവ ആഴ്ചയും. സിയോൻ നഗരത്തിലേക്കുള്ള ആരവം നിറഞ്ഞ വരവേൽപ്പിനും അതിനുശേഷം കൃത്യം 5 ദിവസത്തിനുള്ളിൽ ആക്രോശം നിറഞ്ഞ കാൽവരിയിലേക്കുള്ള യാത്രയ്ക്ക് മധ്യേ നടക്കുന്ന നിരവധി സംഭവങ്ങളിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും ചിന്തയും പതിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ഈ തീർത്ഥാടനത്തിൽ നമുക്ക് പങ്കെടുക്കാം. ഈ തീർത്ഥാടനം എത്തിച്ചേരുന്നത് സ്നേഹം കൊണ്ട് മാറുപിളക്കപ്പെട്ട യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്കും, തോമാസ് ലീഹായെ പോലെ ഉത്ഥാനത്തിന് ശേഷം അവൻ്റെ ആണിപ്പാടിലേക്ക് തൊട്ടനുഭവത്തിൻ്റെ തീവ്രമായ അനുഭവത്തിലേക്കുമുള്ള ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനം മുന്നേറുമ്പോൾ നാം വായിച്ചെടുക്കേണ്ട സ്നേഹത്തിൻ്റെ ഭാഷകളും സ്നേഹത്തിൻ്റെ അധ്യായങ്ങളും ഏറെയാണ്. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായം 7-ാം വചനത്തിൽ പ്രകാരം നമ്മോട് പറയുന്നു, നമ്മുടെ ബലഹീനതകളാണ് അവൻ വഹിച്ചത്, അവൻ്റെ മുറിവിനാലാണ് നാം സൗഖ്യപ്പെട്ടത്. ഇത് നമ്മളുടെ ഒരു പഠനമല്ല, മറിച്ച് ഒരു അനുഭവമാണ്. ഇത് അനുഭവമായി തീരുന്ന ആഴ്ചയാണ് ഓരോ പീഡാനുഭവ ആഴ്ചയും. ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കുന്ന ഒരു ജനസമൂഹത്തോടൊപ്പമാണ് നാം യാത്ര ചെയ്യുന്നത്. അനേകായിരങ്ങൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകമാസകലമുള്ള എല്ലാ ക്രൈസ്തവരും, അതോടൊപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ പോലും ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതായി നാം കാണുന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തീർത്ഥാടനത്തിൽ റോമൻ ഭരണാധികാരികളുണ്ട്, പടയാളികളുണ്ട്, യഹൂദരുടെ വിവിധ തരത്തിലുള്ള മതനേതാക്കന്മാരുണ്ട്, പ്രധാന പുരോഹിതന്മാരുണ്ട്, യേശുവിൽ നിന്നും രക്ഷ പ്രാപിച്ച ജനക്കൂട്ടമുണ്ട്, അപ്പസ്തോലന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, യേശുവിൽ വിശ്വസിക്കാത്ത വിജാതീയരുണ്ട്, യേശുവിനെ അറിയാത്തവർ പോലുമുണ്ട്. ഇവരോടൊപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുമ്പോൾ, ആത്മീയമായ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് ഓരോ പീഡാനുഭവ ആഴ്ചയും നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഇതിനുത്തരം ലഭിക്കുമ്പോഴാണ് ഓരോ പീഡാനുഭവ ആഴ്ചയും കഷ്ടാനുഭവ ആഴ്ചയും അറിവിൽ നിന്ന് അത് അനുഭവമായി മാറുന്നത്, ഒരു ക്രിസ്ത അനുഭവമായി, ഒരു രക്ഷയുടെ അനുഭവമായി അത് മാറുന്നത്. നാം ഓശാന ഞായറിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ, സിയോൻ കവാടത്തിൽ നിന്നും യേശുവിൻ്റെ ജനക്കൂട്ടം എതിരേറ്റത് സൈത്തിൻ കൊമ്പുകൾ വീശിയും ഒലിവിരകളേന്തിയും തങ്ങളുടെ വസ്ത്രങ്ങൾ വീഥിയിൽ വിരിച്ചുമൊക്കെയാണ്. ഒരു രാജാവിനെ വിജയശ്രീലാളിതനായി എതിരേൽക്കുന്ന മനോഭാവത്തോടും ആരവത്തോടും ആഹ്ലാദത്തോടും ആഡംബരത്തോടും കൂടിയാണ് ജനം യേശുവിനെ സ്വീകരിക്കുന്നത്. യഹൂദരുടെ മനോമുകുരത്തിൽ വർഷങ്ങളായി ഉറഞ്ഞുകൂടിയിരുന്ന ഒരു രാജാവിന് വേണ്ടിയുള്ള ഒരു മുറവിളിയാണ് നാം അവിടെ കേൾക്കുക. വാളുകൊണ്ട് എല്ലാറ്റിനെയും, എല്ലാ ആധിപത്യങ്ങളെയും, എല്ലാ അടിമത്തങ്ങളെയും തച്ചുടയ്ക്കുന്ന ദാവീദിൻ്റെ പിൻഗാമിയായ അശ്വാരൂഢനായ ഒരു രാജാവ്. അപ്രകാരം ഒരു രാജാവിനെയാണ് എതിരേൽക്കുവാൻ ജനം പുറപ്പെട്ടത്. എന്നാൽ യേശു ഒരു പ്രതിസൂചനയാണ് ഇവിടെ നൽകുന്നത്. അതിൽ നിന്നും വിപരീതമായ ഒരു സൂചന നൽകിക്കൊണ്ട് യേശു കഴുതയുടെ പുറത്ത് എഴുന്നള്ളുന്ന ആ മനോഹരമായ കാഴ്ച 2000 വർഷം കഴിഞ്ഞിട്ടും കുറച്ചു പേർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എന്നുള്ളത്, അല്ലെങ്കിൽ ഓരോ പീഡാനുഭവത്തിലും നാം മനസ്സിലാക്കേണ്ടതാണ് എന്ന് നൽകുന്ന സൂചന ഏറെ ഇവിടെയുണ്ട്. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പോലും
അപ്രകാരമുള്ള ഒരു ഭൗമിക യേശുവിൽ, മിശിഹായെ പറ്റിയുള്ള ആഗ്രഹത്തിൽ വീണുപോയിരുന്നു എന്ന് നാം സുവിശേഷങ്ങളിൽ നിന്ന് വായിക്കുന്നു. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 37-ാം വചനത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക, എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുക? ആരാണ് നിന്റെ ഇടതും വലത്തും ഇരിക്കുക? ഇതൊരു സൂചനയാണ്. ഭൗമികമായ ലൗകികമായ ഒരു മിശിഹായെ എതിരേൽക്കുന്ന ശിഷ്യന്മാരോടും ജനക്കൂട്ടത്തോടും ഒപ്പം യാത്ര ചെയ്യുന്നവനാണോ ഞാനും? അതോ ഈശോയെ പോലെ ഒരു വിപരീത ചിന്തയിൽ, ഒരു വ്യത്യസ്തമായ മനോഭാവത്തിൽ ചരിക്കുവാൻ എനിക്ക് ഓരോ നോമ്പുകാലവും പ്രചോദനമാകുന്നുണ്ടോ? ഈ പ്രതിസൂചന നാം മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. ഇന്ന് വരെയും ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ കയറിയിരുന്നു. ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. ഈ വ്യത്യസ്തമായ അനുഭവം കുതിരപ്പുറത്ത് വരേണ്ട മിശിഹായെ ആഗ്രഹിക്കുന്ന ദൈവജനത്തിന് ഒരു വ്യത്യസ്തമായ സൂചന നൽകുന്നത് യേശുവിൻ്റെ പ്രവചനം തന്നെയായിരുന്നു. പ്രവചനങ്ങളുടെ പൂർത്തിയായിരുന്നു. സക്രിയ പ്രവാചകന്റെ പ്രവചനം 9-ാം അധ്യായം 9-ാം വചനത്തിൽ കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്ന മിശിഹായെ പറ്റിയുള്ള സൂചനകൾ ഇവിടെ യാഥാർത്ഥ്യമാകുകയാണ്. ആരും നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ നടക്കുന്ന മിശിഹ, ആരും നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ തീർത്ഥാടനം ചെയ്യുന്ന മിശിഹായോടൊപ്പം യാത്ര ചെയ്യുവാനാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്കിവിടെ ലഭിക്കുമ്പോൾ, മുന്തിരിച്ചാറിലൂടെ ജീവൻ പകർന്നു ചൊരിയുന്ന വിനീതനായ മിശിഹായെ സ്വീകരിക്കുവാൻ ജനം ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഏകദേശം 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആക്രോശത്തോടുകൂടി അവനെ സിയോൻ മലയിൽ നിന്നും ഈ ജനം തന്നെ പുറന്തള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, രക്തരൂഷിത വിപ്ലവങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കുവാനോ ആരെയും തോൽപ്പിക്കുവാനോ കൊല്ലുവാനോ മുതിരാത്ത വിനീതനായ വിശ്വസ്തനായ ദാസനായ മിശിഹായെ, ദേവാലയത്തിൻ്റെ പരിശുദ്ധി, പ്രാർത്ഥനയുടെ ആലയമായ ദേവാലയത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നിഷ്കളങ്കമായ പാദം ഊന്നി ആ ദേവാലയത്തെ വിശുദ്ധീകരിക്കുവാനും താനാണ് ദേവാലയമെന്ന് സൂചന നൽകുകയും ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന മിശിഹായെ, പരിശുദ്ധിയെപ്പറ്റി പഠിപ്പിക്കുവാൻ അവൻ ജെറുസലേമിലേക്ക് കടന്നു വന്നു. ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെപ്പറ്റി അവൻ 3 ദിവസം ദേവാലയത്തിൽ പഠിപ്പിച്ചു എന്നാണ് നാം സുവിശേഷങ്ങളിൽ വായിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴുത ഒരിക്കലും മായ്ക്കാനാവാത്ത സ്നേഹത്തിൻ്റെ ചിഹ്നമായി അവശേഷിപ്പിക്കുമ്പോൾ, കഴുതയിൽ വരുന്നവനെ സമാധാന രാജാവായി സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട നാളുകളാണ് ഈ പീഡാനുഭവ നാളുകൾ. അശുദ്ധമായ ദേവാലയത്തെ, അശുദ്ധമായ രാഷ്ട്രീയത്തെ അവൻ വിശുദ്ധീകരിക്കുകയായിരുന്നു. യേശു എന്തിനായിരുന്നു കഴുതമേൽ ദേവാലയത്തിലേക്കും ദേവാലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലേമിലേക്കും എഴുന്നള്ളിയത് എന്ന് ചിന്തിക്കുമ്പോൾ, അധർമ്മങ്ങളുടെ മതരാഷ്ട്രീയ ബാന്ധവങ്ങളിൽ നിന്നും ഈ ലോകത്തെ രക്ഷിക്കാനായിരുന്നു. അന്യായമായ തരംതിരിക്കലിൽ നിന്നും സ്ത്രീയും പുരുഷനും, വിജാതീയനും സജാതീയനും, രോഗിയും സൗഖ്യമുള്ളവനും ഇങ്ങനെ നിലനിന്നിരുന്ന എല്ലാ മതിൽക്കെട്ടുകളെയും തകർത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം കുറിക്കുവാനായിരുന്നു. അനീതിപൂർണമായ വാണിജ്യമോഹങ്ങളെ അവൻ തകർത്തെറിയുകയായിരുന്നു. അനുഷ്ഠാനപൂർണ്ണം മാത്രമായ ബലിയർപ്പണങ്ങളെ അവൻ മാറ്റിമറിക്കുകയായിരുന്നു. അങ്ങനെ വിശുദ്ധമായ പാദമൂന്നിക്കൊണ്ട് ദേവാലയത്തെയും ജെറുസലേമിനെയും അവൻ വിശുദ്ധീകരിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ദേവാലയത്തിൻ്റെ പ്രൗഢിയിൽ അഭിരമിക്കുന്നവർക്കൊക്കെ അതിനേക്കാൾ ആവശ്യം അനുതാപമാണ് എന്ന് യേശു ഇവിടെ സൂചിപ്പിക്കുകയാണ്. രക്ഷയുടെ മാർഗം ഈ അനുതാപത്തിൻ്റെ മാർഗമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ദേവാലയ ശുദ്ധീകരണത്തിലൂടെയും ദേവാലയ പ്രവേശനത്തിലൂടെയും ഒരു കഴുതയുടെ പുറത്തേറി സമാധാനത്തിൻ്റെ രാജാവായി സമാധാനം പുനഃസ്ഥാപിക്കുവാനുമായി കടന്നു വന്ന മിശിഹ. ഇതിനാലാവണം ശിമയോൻ യേശുവിൻ്റെ ജനന സമയത്ത് തന്നെ പറഞ്ഞത് അവനൊരു വിപരീത അടയാളമായിരിക്കും. ലോകത്തിൻ്റെ മായാമോഹങ്ങളിലും ലൗകിക മോഹങ്ങളിലും അഭിരമിക്കുന്ന എല്ലാ മനുഷ്യർക്കും യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം എന്നും ഒരു വിപരീത അടയാളമായി തീരുന്നു. അങ്ങനെ സിയോൻ കുന്നിൽ നിന്നും അല്ലെങ്കിൽ പ്രവേശനത്തിൽ നിന്നും
3 ദിവസം യേശു അപ്രത്യക്ഷനാവുകയും എന്നാൽ പെസഹാ ദിനത്തിൽ സിയോൻ കുന്നിലേക്ക് അവൻ ആരോഹണം ചെയ്യുന്നത് നാം കാണുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലെ 9-ാം അധ്യായം 51-ാം വചനം ഇപ്രകാരമാണ് പറയുന്നത്: അവൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്തു. ആ യാത്രയുടെ 2-ാം പകുതി എത്തി നിൽക്കുന്നത്, ഈ തീർത്ഥാടനത്തിൻ്റെ 2-ാം പകുതി എത്തി നിൽക്കുന്നത് സിയോൻ കുന്നിലുള്ള മാളികയുടെ അത്താഴമുറിയിലാണ്. വികാരപരമായി മേശയിലേക്ക് പ്രവേശിക്കുകയാണ് യേശു പെസഹ ആചരണത്തിലൂടെ. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ധ്യാനിക്കുവാനായി കടന്നു വരുമ്പോൾ ഈ ജെറുസലേമിലെ അത്താഴമേശയെ എന്നും ഹൃദയഹാരിയായ വികാരഭരിതമായ ചില അനുഭവങ്ങളാണ്. പെസഹ എന്ന് പറയുന്നത് ജെറുസലേമിനെ സംബന്ധിച്ച് ഏറ്റവും തിരക്കേറിയ സമയമാണ്. ഇസ്രായേലിലെ യഹൂദമതത്തിലെ എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും ബലിയർപ്പിക്കുവാനായി എത്തുന്ന ഏറ്റവും വലിയ തിരുനാളുകളിലൊന്നാണ് പെസഹ ആഘോഷം. ഈ പെസഹ ആഘോഷത്തിൻ്റെ അവസരത്തിലാണ് യേശു തൻ്റെ പുതിയ പെസഹായും പുതിയ ഉടമ്പടിയും സ്ഥാപിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, താൻ സ്നേഹിച്ച ശിഷ്യന്മാരോടൊത്ത് അവസാന അത്താഴമുണ്ണുന്ന ഗുരുവിൻ്റെ മേശയിലേക്ക് നമുക്ക് തീർത്ഥാടനം ചെയ്യാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രകാരമാണ് പറയുന്നത്: നിങ്ങളോടൊത്ത് ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. അത്യധികം ആഗ്രഹിച്ചു എന്ന് പറയുന്നത് അത് ശരിയായി വിവർത്തനം ചെയ്യുന്നത് ഇപ്രകാരമാണ്: ആഗ്രഹത്തോടെ ആഗ്രഹിച്ചു. ഇതിന് ഗ്രീക്ക് ഭാഷയിലെ വിവർത്തനം ശരിയായി നടത്തിയാൽ അതിപ്രകാരമാണ്: ആഗ്രഹത്തോടെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ആഗ്രഹിക്കാനാവാത്ത വിധം അവൻ ആഗ്രഹിച്ചു. ഈ ആഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? ഈ തീവ്രമായ മോഹം, ഈ തീവ്രമായ ആഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? ഒരാത്മബന്ധത്തിൻ്റെ അടയാളം കുറിക്കുവാൻ, അപ്പം കൊണ്ട് ഒരു ആത്മബന്ധത്തിൻ്റെ അടയാളം കുറിക്കുവാൻ, ഈ ലോകത്തോടും മനുഷ്യരാശിയോടും മുഴുവനോടും തിരുസഭയോടും ഒരിക്കലും മായ്ക്കാനാവാത്ത ആത്മബന്ധത്തിൻ്റെ അടയാളം കുറിക്കുവാൻ. ഈ അടയാളമാണ് പെസഹായുടെ സന്ധ്യയിൽ മാളികമുറിയിൽ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന മധുരമൊഴികളിലൂടെ യേശു അരുളി ചെയ്തതും വിശുദ്ധ കുർബാന സ്ഥാപനത്തിലൂടെ അവിടുന്ന് പരിപൂർണമാക്കിയതും. സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ അതുവരെ ഉണ്ടായിരുന്നതെല്ലാം പ്രഭാത ഭക്ഷണമായിരുന്നു. പഴയ നിയമത്തിലെ പെസഹ എല്ലാം പ്രഭാത ഭക്ഷണമായിരുന്നു. എന്നാൽ യേശു സ്ഥാപിച്ച, യേശു ഒരുക്കിയ പെസഹായായിരുന്നു യഥാർത്ഥത്തിലുള്ള അത്താഴം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, പഴയ നിയമത്തിലുണ്ടായിരുന്ന ബലികളെല്ലാം ഒരു പ്രഭാത ഭക്ഷണത്തിന് തുല്യമായിരുന്നു. എന്നാൽ ആത്മബന്ധത്തിൻ്റെ, ആത്മസമർപ്പണത്തിൻ്റെ അടയാളമായ അത്താഴം അത് പുതിയ വിപരീതമായ സൂചനയാണ് നൽകുന്നത്. ഒരടയാളമാണ് നമുക്ക് നൽകുന്നത്. അവിടെ വെച്ച് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ഏറ്റവും സരളമായ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വാക്കുകൾ ഈ ലോകം ഇതുവരെയും കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ അനുഭവമാകുന്നു. ഈ അവസരത്തിൽ ഞാനൊരു അനുഭവം ഓർക്കുകയാണ്. ഒരിക്കൽ 2 ദമ്പതികൾ, അവർ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ ഏതാണ്ട് മദ്യപാനിയായ ഭർത്താവ് വളരെയേറെ അധ്വാനിക്കുമെങ്കിലും സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ മദ്യത്തിൻ്റെ അംശമുണ്ടാകും. വീട്ടിലെത്തുന്ന ഭർത്താവിനോട് ഭാര്യ പറയും: പൊന്നെ, കുടിക്കരുതേ, നമുക്ക് പെൺമക്കളാണ്. ഇതെല്ലാ ദിവസവും സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിൻ്റെ കാതുകളിൽ മന്ത്രിച്ചിരുന്നെങ്കിലും, മദ്യപാനം നിർത്താൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഓരോ ദിവസവും വീട്ടിലേക്ക് എത്തുമ്പോൾ അവന് മദ്യപിക്കാനാവാത്ത വിധം അവൻ അടിമയായിരുന്നു. എന്നാൽ വളരെ ആകസ്മികമായി തൻ്റെ ഭാര്യ രോഗം മൂർച്ഛിക്കുകയും മരണവക്രത്തിലാകുകയും ചെയ്ത ഒരു സന്ധ്യയിൽ തൻ്റെ സ്നേഹനിധിയായ ഭർത്താവിൻ്റെ മടിയിൽ തലവെച്ച് ആ ഭാര്യ
മരിക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് ഇപ്രകാരം പറഞ്ഞു: പൊന്നെ, കുടിക്കരുതേ, നമുക്ക് 3 പെൺമക്കളാണ്. അങ്ങനെ തൻ്റെ ഭാര്യ, തൻ്റെ പ്രാണന് തുല്യം സ്നേഹിച്ച തൻ്റെ ഭാര്യ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഹൃദയഭേദകമായ സംഭവത്തിന് ശേഷം അയാൾ ആദ്യമായി പോയത് ഒരു മദ്യശാലയിലേക്ക് തന്നെയായിരുന്നു. തൻ്റെ ദുഃഖങ്ങളെല്ലാം അവസാനിപ്പിക്കുവാൻ, മറക്കുവാൻ മദ്യത്തിൻ്റെ ഗ്ലാസ് കയ്യിലെടുത്തപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്നും ചങ്കുപൊട്ടുമാറ് ഒരു ശബ്ദം കേട്ടു. അത് മറ്റൊന്നുമായിരുന്നില്ല, അവസാന നിമിഷങ്ങളിൽ മുറിഞ്ഞുപോയതിൻ്റെ പ്രാണേശ്വരിയുടെ വാക്കുകളായിരുന്നു: പൊന്നെ, കുടിക്കരുതേ, നമുക്ക് 2 പെൺമക്കളാണ്. അദ്ദേഹം കുപ്പി താഴെ വെച്ചു. ആ കടയിൽ നിന്നിറങ്ങി തൻ്റെ വീട്ടിലേക്ക് വന്നു. പിന്നീടൊരിക്കലും അവൻ കുടിച്ചിട്ടില്ല. തൻ്റെ പെൺമക്കൾക്ക് അമ്മയും അപ്പനുമായി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞ മുറിഞ്ഞുപോയ ആ വാക്കുകൾ, സ്നേഹത്തിൻ്റെ വാക്കുകൾ, അത്രമേൽ സ്നേഹത്തോടെ സ്നേഹിച്ച വാക്കുകൾ, ആ വാക്കുകളാണ് ഇന്നും ലോകത്തിലെ അനേകർക്ക് നോവിൻ്റെ വാക്കുകളായി, മുറിയലിൻ്റെ അനുഭവങ്ങളായി പകരുന്ന വാക്കുകളായി മാറിയപ്പോൾ, ഓരോ പ്രഭാതത്തിൻ്റെ അൾത്താരയിലും കേൾക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വാക്കുകളാകുമ്പോൾ അനേകർ അപമാനത്തിൽ പിടിച്ചു നിന്നു, പരിഹാസത്തിൽ പരിഭ്രാന്തരായില്ല, സഹനത്തിലും മരണത്തിലും അവർ ഭീതി പൂണ്ടില്ല, പീഡനത്തിലും ദാരിദ്ര്യത്തിലും അവർ കേട്ടത് ഈ വാക്കുകളായിരുന്നു: ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. ജീവൻ മുറിഞ്ഞ് ജീവനേകുന്ന ഈ അൾത്താരയിലേക്ക് സ്നേഹത്തോടെ അവിടുന്ന് ഓരോ പ്രഭാതത്തും നമ്മെ ക്ഷണിക്കുമ്പോൾ, പ്രാണൻ പിടയുമ്പോൾ പറഞ്ഞ ആ ഊഷ്മളമായ വാക്കുകൾ ഹൃദയത്തിൻ്റെ വാക്കുകളാണ്. ഓരോ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ എല്ലാ വിശപ്പുകൾക്കും, എല്ലാ സ്നേഹത്തിൻ്റെ നിരസനങ്ങൾക്കും അത്താഴമൂട്ടുന്ന സ്നേഹത്തിൻ്റെ വിരുന്ന്. ഈ സ്നേഹത്തിൻ്റെ വിരുന്നിനെ പറ്റി നാം പഠിക്കുമ്പോൾ ഈ പെസഹായെ പറ്റിയുള്ള ചിന്തകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇസ്രായേലിൻ്റെ പെസഹായുടെ പരിണാമങ്ങളിലേക്ക് നമുക്ക് അല്പമായി കടന്നു ചെല്ലാം. സ്നേഹം നിറഞ്ഞവരെ, ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് പെസഹ ആഘോഷം ഒരു ദിവസത്തെ ഒരു ആചരണമായിരുന്നു. ഈ ആചരണം ആരംഭിക്കുന്നത് ഇസ്രായേലിൻ്റെ തുടക്ക കാലഘട്ടം മുതലാണ്. 4 കാലഘട്ടങ്ങളിലൂടെയാണ് യേശുവിൻ്റെ പെസഹ നാം ഇന്ന് മനസ്സിലാക്കുന്ന ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ് തൻ്റെ ജീവനും ആത്മാവും അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും പകർന്നു മാറ്റിയ ആ അനുഭവത്തിലേക്ക് നാം എത്തുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത്, അതൊരു ഇടയ ആഘോഷമായിരുന്നു. ഇസ്രായേൽ ജനം ഇടയന്മാരായി മലഞ്ചെരിവുകളിൽ ആടുകളെ മേയ്ക്കുമ്പോൾ അവർ ആഘോഷിച്ചിരുന്നൊരു ആഘോഷമായിരുന്നു ആദ്യത്തെ പെസഹ. അവരെന്തിനായിരുന്നു ആ പെസഹ ആഘോഷിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ, തങ്ങളുടെയും തങ്ങളെ ആടുമാടുകളെയും ദുർഭൂതങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായി മലദൈവങ്ങൾക്ക് തങ്ങളുടെ ഏറ്റവും കൊഴുത്ത ആടിനെ കൊന്ന് അതിൻ്റെ രക്തം ഗുഹാമുഖങ്ങളിൽ പൂശുന്ന ഒരു ശീലം, ഒരു ആചാരം, ഒരനുഷ്ഠാനം ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. അപ്രകാരമുള്ള ഒരു ഇടയ ആഘോഷമായിരുന്നു പെസഹായുടെ ആദ്യത്തെ രീതി. ആ രീതിയെയാണ് പിന്നീട് ഈജിപ്തിലെ പുറപ്പാടിൻ്റെ സമയത്ത് തങ്ങളുടെ ആദ്യജാതന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി കുഞ്ഞാടിനെ കൊന്ന് തങ്ങളുടെ കട്ടിളപ്പടികളിൽ കുഞ്ഞാടിൻ്റെ രക്തം പൂശുകയും അങ്ങനെ സംഹാരദൂതൻ്റെ പിടിയിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുകയും ചെയ്ത പെസഹായുടെ രണ്ടാമത്തെ ഭാവം, രണ്ടാമത്തെ രീതി. ആ പെസഹായാണ് പിന്നീട് ജെറുസലേം ദേവാലയം പണിതതിനു ശേഷം അനേകായിരം ആടുമാടുകളെ കൊന്ന് തങ്ങളുടെ പാപപരിഹാരത്തിനായി ആടുമാടുകളെ കൊന്ന് അതിൻ്റെ രക്തം കൊണ്ട് പാപം പോക്കിയിരുന്ന അതിൻ്റെ മൂന്നാമത്തെ രീതി. അപ്രകാരം ഇസ്രായേലുടെ യഹൂദരുടെ പെസഹ ആഘോഷത്തിൻ്റെ മൂന്നാമത്തെ രീതിക്ക് വീഞ്ഞിൻ്റെ 4 കപ്പുകൾ അവർ പാനം ചെയ്ത് പെസഹ ആഘോഷിച്ചിരുന്നു. ഈ പെസഹ ആഘോഷത്തിന് 4 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്.
ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കീദൂഷ് വാവ്, കീദൂഷ് വാഴ്വ് എന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അതിനുശേഷം അവർ ഒന്നാം കപ്പ് പാനം ചെയ്യും. പ്രാരംഭ ആശീർവാദത്തോടുകൂടി കൃതജ്ഞതയുടെ ഈ പാനപാത്രം അവർ കഴിക്കുകയും കൈ കഴുകുകയും പാപം കഴുകിക്കളയുന്നതിൻ്റെ ഓർമ്മ അവർ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അപ്പം മുറിച്ച്, മസ്തോത്ത് എന്ന് പറയുന്ന അപ്പം മുറിച്ച് അവർ പെസഹ ആഘോഷിച്ചിരുന്നു. കുഞ്ഞാടിൻ്റെ മാംസത്തോട് ചേർന്ന് അപ്പം ഭക്ഷിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ഒന്നാമത്തെ കപ്പ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇളയ കുട്ടി ചോദിക്കുക, എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത? ആ സമയത്താണ് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടതിൻ്റെയും രക്ഷപ്പെട്ടതിൻ്റെയും വിമോചനത്തിൻ്റെയും കഥ വീട്ടിലെ മൂത്ത ആൾ വിവരിക്കുകയും തലമുറകൾക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നത്. പഴയ നിയമത്തിൻ്റെ വ്യാഖ്യാനവും മറ്റും നടക്കുന്ന ഈ ഒന്നാമത്തെ ഭാഗം കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഭാഗം മദീദ് എന്ന് പറയുന്ന കപ്പ് അവർ പാനം ചെയ്യുക. അതിനുശേഷം ഹല്ലേൽ സങ്കീർത്തനം 113 മുതൽ 115 വരെ പാടിക്കൊണ്ട് ഈ രണ്ടാമത്തെ കപ്പ് അവർ പാനം ചെയ്യുന്നു. ഇപ്രകാരം ഒന്നാമത്തെയും രണ്ടാമത്തെയും കപ്പിന് ശേഷം മോസ്തി മാത്ത് എന്ന് പറയുന്ന മൂന്നാമത്തെ കപ്പും ഇതിനോടൊപ്പം പുളിപ്പില്ലാത്ത അപ്പവും അവർ പാനം ചെയ്യുകയാണ്. ഇതിനാണ് മിശിഹായുടെ കാസ എന്ന് അവർ വിളിക്കാറുണ്ട്. ഇതിനോട് ചേർന്നാണ് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ സ്വീകരണവും മറ്റാഘോഷങ്ങളും നടത്തിയിരുന്നത്. ഇതിനുശേഷം വീണ്ടും ഹാലേൽ പാടി, സങ്കീർത്തനം 116 മുതൽ 118 വരെയുള്ള ഹാലേൽ പാടിക്കൊണ്ട് വീഞ്ഞിൻ്റെ നാലാമത്തെ കപ്പ് പാനം ചെയ്യുന്നത് ആയിരുന്നു അവരുടെ രീതി. ഇപ്രകാരം അവർ ഈ പെസഹ ആഘോഷിക്കുന്നത് നീസാൻ മാസം 15-ാം തീയതിയായിരുന്നു. ആയതുകൊണ്ട് തന്നെ തങ്ങൾ ഭക്ഷിക്കേണ്ട കുഞ്ഞാടിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി ബലിയർപ്പിച്ച് അതിൻ്റെ മാംസവുമായിട്ട് വേണം അവർ പെസഹാഭക്ഷണത്തിനായി ഒരുക്കം നടത്തുവാൻ. അപ്പോൾ തീർച്ചയായിട്ടും ശിഷ്യന്മാരെ യേശു ഒരുക്കത്തിന് അയക്കുമ്പോൾ അവർ ദേവാലയത്തിൽ പോയി കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ മാംസവുമായി ഒരുക്കത്തിന് കടന്നു വരുന്ന ഒരു ചിത്രം നമുക്ക് നൽകുമ്പോൾ തോളിലേറ്റിയാണ് കുഞ്ഞാടിനെ കൊണ്ടുവരിക. ഈ തോളിലേറ്റി കൊണ്ടുവരുന്ന കുഞ്ഞാട് ഒരു കുരിശിൻ്റെ രൂപത്തിലാണ് പലപ്പോഴും സംഭവിക്കുക. അതിനാണ് ശിഷ്യന്മാരെ പെസഹ ആഘോഷത്തിന് ഒരുക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിക്കുന്നത്. അപ്രകാരം നിയോഗിക്കപ്പെടുന്ന ഇപ്രകാരമുള്ള ഈ പെസഹ ആഘോഷത്തെയാണ് യേശു തൻ്റെ ശരീരമായി, തൻ്റെ ശരീരരക്തങ്ങളുടെ പങ്കുവയ്ക്കലായി യേശു മാറ്റുന്നത്. ഇത് ആനുകാലികമായ പെസഹ ആഘോഷങ്ങളിൽ നിന്നും അല്പം വ്യത്യാസപ്പെടുന്നു നാം കാണുന്നുണ്ട്. ഇവിടെ യേശു പുളിപ്പില്ലാത്ത അപ്പത്തിന് പകരം തൻ്റെ ശരീരവും പാനീയത്തിന് പകരം മുന്തിരിച്ചാറും നൽകുമ്പോൾ തൻ്റെ ജീവനാണ് പകർന്നു നൽകിയത്. ഇതായിരുന്നു അടയാളം, വിപരീതമായ യേശുവിൻ്റെ അടയാളം, സ്വർഗത്തിനും ഭൂമിക്കും പരിചയമുള്ള യേശുവിൻ്റെ അടയാളം, അപ്പം കൊണ്ടെല്ലാം അടയാളപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ അടയാളം, മാഞ്ഞുപോകാത്ത സ്നേഹത്തിൻ്റെ അടയാളം, സഹനങ്ങളിൽ കൊത്തിവെച്ച സജീവ അടയാളം. സാധാരണയായി ഓർമ്മയ്ക്കായി ശിലകൾ സ്ഥാപിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. യഹൂദരുടെ ഇടയിലും റോമാക്കാരുടെ ഇടയിലും ശിലകളിൽ കൊത്തിവെക്കുക ഒരു ആനുകാലിക സംഭവമായിരുന്നുവെങ്കിൽ യേശു തൻ്റെ ഓർമ്മ, തൻ്റെ സ്നേഹം, തൻ്റെ രക്ഷ കൊത്തിവെച്ച ശിലയായിരുന്നു ഈ അപ്പം. 4 സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ യേശുവിൻ്റെ പെസഹായുടെ പ്രത്യേകത, യേശു ഇവിടെ 2 കപ്പുകളാണ് പാനം ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് യഹൂദരുടെ പരമ്പരാഗതമായ പെസഹായിലെ 2ഉം 3ഉം വീഞ്ഞിൻ്റെ പാനപാത്രമായിരിക്കാം യേശു പാനം ചെയ്തത് എന്ന് നാം കാണുന്നു. എന്നാൽ 4ാമത്തെ കപ്പ് പാനം ചെയ്യുന്നതായി ഒരു സുവിശേഷങ്ങളിലും പറയുന്നില്ല. എന്തുകൊണ്ടാണ് യേശു 4ാമത്തെ കാസ പാനം ചെയ്യാതിരുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, യേശു അത്താഴമേശയിൽ നിന്നും കടന്നുപോയത് ഗത്സമനിലേക്കും അവിടെ നിന്ന് കാൽവരിയിലേക്കുമാണ് എന്ന് നാം കാണുന്നു. യേശുവിൻ്റെ തീർത്ഥാടനം സിയോൻ മലയിൽ നിന്ന് ഗത്സമൻ തോട്ടത്തിലേക്കും അവിടെ നിന്ന് കാൽവരിയിലേക്കും മുന്നേറുമ്പോൾ
ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് യേശു ഇപ്രകാരം അരുളി ചെയ്യുന്നു, പിതാവേ, സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ, ഈ കാസ എന്നിൽ നിന്നും മാറ്റിക്കളയണമേ എന്ന് കണ്ണുനീരോടും വിലാപത്തോടും കൂടി പ്രാർത്ഥിച്ചു എന്ന് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നാം വായിക്കുന്നു. തൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ ശക്തിയുള്ള പിതാവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി കാസ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തെ കാസായോടുകൂടി യേശുവിൻ്റെ പെസഹ അവിടെ അവസാനിച്ചില്ല എന്നും ഈ പെസഹായാകുന്ന പുതിയ ഉടമ്പടിയിലേക്കുള്ള ഈ പുറപ്പാട് തുടരുകയാണെന്നുമെന്ന് സുവിശേഷം നമ്മോട് പറയുകയാണ്. അപ്രകാരം യേശുവിൻ്റെ നാലാമത്തെ കാസ പാനം ചെയ്യുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നത്, അവൻ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചപ്പോൾ വിനാഗിരി നിറച്ച നീർപ്പഞ്ഞി അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. അത് കുടിച്ചതിന് ശേഷം അവൻ അരുളി ചെയ്തു, എല്ലാം പൂർത്തിയായി. യേശുവിൻ്റെ കുരിശിലെ രക്തം ചിന്തലായിരുന്നു, യേശുവിൻ്റെ കുരിശിലെ ബലിയായിരുന്നു യേശുവിൻ്റെ നാലാമത്തെ കാസ എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് യേശുവിൻ്റെ പെസഹ അവസാനിക്കുന്നത് കുരിശിലെ ബലിയിലാണ്. ഗെത്സമൻ തോട്ടത്തിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചത്, ആ പാനപാത്രം ഈ കുരിശിലെ സങ്കടം നിറഞ്ഞ, വേദന നിറഞ്ഞ, ഭീകരത നിറഞ്ഞ മരണത്തെയാണ് ഉദ്ദേശിച്ചത്. ഇനിയൊരു മാമോദിസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണെന്ന് പറഞ്ഞ ആ പാനപാത്രമായിരുന്നു യേശു കുരിശിൽ വെച്ച് മുന്തിരിയുടെ ഫലമായ വീഞ്ഞിലൂടെ, വിനാഗിരിയിലൂടെ യേശു പാനം ചെയ്തെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യേശുവിൻ്റെ പെസഹ സിയോൻ മാളിയിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് അത് കുരിശിലാണ് പൂർത്തിയാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത്. അവിടെ യേശുവിൻ്റെ കാസ നിറഞ്ഞൊഴുകുന്നത് നാം കാണുന്നു. രക്തത്താൽ ചിന്തപ്പെട്ട, ഇല്ലെങ്കിൽ മുന്തിരിച്ചാറിന് പകരമായി തൻ്റെ രക്തം ഈ കാസയിലേക്ക് പകരുന്ന നെഞ്ചു പിളർക്കുന്ന അനുഭവമായിരുന്നു കുരിശിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത, ഒരു ചിത്രം 1947 സംഭവിച്ച ഒരു സംഭവമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നും ഒരു ഹൈന്ദവ കുടുംബം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയാണ്. വളരെ ദരിദ്രരായ ആ കുടുംബത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ഭക്ഷണം തീർന്നു. കൈക്കുഞ്ഞുങ്ങളായ തൻ്റെ മക്കളെയും കൊണ്ട് കടത്തണ്ടകളിലും വഴിയോരങ്ങളിലും മന്തിയുറങ്ങി നീങ്ങുന്ന ഒരു കുടുംബം. കുഞ്ഞുങ്ങൾ വിശന്ന് തളർന്ന് കരഞ്ഞു. തങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആഹാരത്തിനായി കേഴുന്ന ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കുടുംബത്തിലെ പിതാവ് എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പലയിടത്തും യാചിച്ചിട്ടും ഒന്നും കിട്ടാതെ ആ പിതാവ് കയ്യിലൊരു പൊതിയുമായാണ് മരച്ചൂട്ടിൽ ഉറങ്ങുന്ന തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് കടന്നു വന്നത്. ആ ഭാര്യയുടെ കയ്യിൽ തൻ്റെ കയ്യിലെ പൊതി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അല്പം മാംസമാണ്, ഇത് പാകം ചെയ്ത് കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കൊടുക്കുക. ഈ അമ്മ മരണപ്രായരായ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഹാരം പാകം ചെയ്ത് അവരെ ഊട്ടിയ ശേഷം അല്പം ബാക്കി വന്നത് തൻ്റെ ഭർത്താവിന് നൽകാമെന്ന് വിചാരിച്ച് ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ അല്പം അകലെയുള്ള മരച്ചൂട്ടിൽ കിടക്കുന്ന തൻ്റെ ഭർത്താവിനെ കൊണ്ട് അടുത്തെത്തി അദ്ദേഹത്തെ വിളിച്ചുണർത്തുവാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹം നിശ്ചലനായി ചേതനയേറ്റ ശരീരത്തോടുകൂടി അവിടെ കിടക്കുന്നത് കണ്ടത്. തുടർന്നുള്ള പരിശോധനയിലാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ തുടയിലെ മാംസമായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി മുറിച്ചു നൽകിയത് എന്ന് മനസ്സിലാകുന്നു. സ്നേഹം നിറഞ്ഞവരെ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരം മുറിച്ച് ജീവനേകിയ ഒരു പിതാവിനെയാണ് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നതെങ്കിൽ തൻ്റെ ഹൃദയം മുറിച്ച് എല്ലാ വിശപ്പുകൾക്കും, ജഡികവും ഭൗതികവും ആത്മീയവുമായ എല്ലാ വിശപ്പുകൾക്കും പരിഹാരമായി തൻ്റെ മകനെ കുരിശിൽ മുറിച്ച് പങ്കുവയ്ക്കുകയായിരുന്നു ഈ സ്നേഹമുള്ള പിതാവ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 പ്രകാരം
നാം വായിക്കുന്നത്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവൻ അത്രമാത്രം സ്നേഹിച്ചു. അത്താഴമേശയിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്ന വാക്കും അതുതന്നെയാണ്. തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ അവസാനം വരെ സ്നേഹിച്ചു, അഗാധമായി സ്നേഹിച്ചു. ഈ അഗാധമായ സ്നേഹത്തിൻ്റെ അടയാളം കുറിച്ചു വെച്ചത്, കൊത്തിവെച്ചത് ഈ അപ്പത്തിലായിരുന്നു. ഈ അപ്പം പകരുന്നവരിലേക്കെല്ലാം ആനന്ദം പകരുന്ന, സ്നേഹം പകരുന്ന അഗാധമായ അടയാളം. ഈ അടയാളത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ആന്തരിക വിശപ്പും ആത്മീയ വിശപ്പുമുള്ള ഓരോ മനുഷ്യരും അൾത്താരയിലേക്ക് അടുക്കുന്നത്, ഈ അൾത്താരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സ്നേഹമുള്ള പിതാവാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, തൻ്റെ മകൻ തിരിച്ചു വന്നപ്പോൾ, ധൂർത്തനായ തൻ്റെ മകൻ തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നുവെന്ന്. നാം സാധാരണയായി കൊഴുത്ത കാളക്കുട്ടി എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ വിശിഷ്ടമായ ഒരു വ്യാഖ്യാനമുണ്ടതിന്. അതിപ്രകാരമാണ്, ധാന്യം കൊടുത്ത് വളർത്തിയ കാളക്കുട്ടി, തൊഴുത്തിൽ വിശിഷ്ടമായ വിഭവങ്ങൾ നൽകി പ്രത്യേക അവസരങ്ങളിൽ, വളരെ വിശേഷമായ അവസരങ്ങളിൽ കൊല്ലുവാനും പാകം ചെയ്യുവാനുമായി നിർത്തിയിരുന്ന കാളക്കുട്ടി എന്നാണ് അർത്ഥം. സഭാപിതാക്കന്മാർ പറയുന്നു, തൻ്റെ ദൈവജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പെസഹായുടെ വിശേഷ അവസരങ്ങളിൽ കൊല്ലുവാൻ ദൈവം കാത്തുവച്ചിരുന്ന വിശേഷവിധമായ കാളക്കുട്ടിയാണ്, ബലിമൃഗമാണ് ക്രിസ്തു എന്ന്. അപ്രകാരം ഈ ബലിയർപ്പിക്കുന്ന, ഹൃദയം പകർന്നു നൽകുന്ന ഈ മേശയിലേക്ക് ഈ പെസഹായിലും നാം കടന്നു വരുമ്പോൾ ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. ഇസ്രായേലിൻ്റെ ദുർഭൂതങ്ങളിൽ നിന്നും, ഇസ്രായേലിൻ്റെ ജീവിതത്തിൻ്റെ നാശം നൽകുന്ന സംഹാരദൂതനിൽ നിന്നും മോചിപ്പിക്കുവാൻ സാധാരണ കുഞ്ഞാടിൻ്റെ രക്തം സാധിച്ചുവെങ്കിൽ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ രക്തം ഭക്ഷിക്കുന്ന നമുക്ക് എത്രമാത്രം രക്ഷയാണ് ദൈവം നൽകുന്നത് എന്ന് നാം ബോധ്യമാകുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. ഇസ്രായേലിൻ്റെ കാലഘട്ടങ്ങളിൽ അനേകായിരം ആടുകൾ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കുകയും അതിൻ്റെ രക്തം പുഴ പോലെ ഒഴുകുകയും ചെയ്തപ്പോൾ, അരുവിയിലൂടെ പുഴ പോലെ ഒഴുകുകയും ചെയ്തപ്പോഴും അന്തംകരണത്തെ ശുദ്ധമാക്കാൻ കഴിയാത്ത ഒരു ബലിക്ക് പകരം യേശു തൻ്റെ രക്തവും തൻ്റെ ശരീരവും അർപ്പിച്ചുകൊണ്ട് അവൻ ഈ പുതിയ അടയാളം, ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സ്നേഹത്തിൻ്റെ അടയാളം അവിടുന്ന് സ്ഥാപിച്ചു. ഹൃദയമാകുന്ന മാളികമുറിയിൽ ഓരോ ദിവസവും നാം കേൾക്കേണ്ട വാക്കുകളാണ്, ഇതെൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ രക്തമാകുന്നു, വാങ്ങി പാനം ചെയ്യുവിൻ. അനേകരുടെ മോചനദ്രവ്യമായി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണിത്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറയുമ്പോഴെല്ലാം ശ്വാസം മുട്ടിക്കുന്ന, ഹൃദയം നിറയ്ക്കുന്ന ഈ സ്നേഹമാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ സുവിശേഷം പ്രകാരം പറയുന്നു, താഴത്തിന് ഇടയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ മേലങ്കി മാറ്റി അരയിലൊരു കച്ച ചുറ്റി അവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയെന്ന്. ഇന്നോളം ലോകം കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരടയാളം, യജമാനത്വവും ആധിപത്യവും പുലർത്തുന്ന അപ്രകാരമുള്ള ഇടയന്മാരും ഭരണാധികാരികളുമുള്ള ഒരു ലോകത്ത് ഒരു വിപരീത അടയാളം. പാദം കഴുകുന്നത് അടിമയുടെ വേലയാണെന്നും 30 വെള്ളിക്കാശ് അടിമയ്ക്ക് കൊടുക്കുന്ന വിലയാണെന്നും പഴയ നിയമം പ്രതിപാദ്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴാണ് യേശുവിൻ്റെ ഹൃദയത്തിൽ കുറിക്കുന്ന ഈ വിപരീത അടയാളം നമുക്ക് മനസ്സിലാവുക. ഇത് വ്യത്യസ്തമായ ഒരു ശരീരഭാഷയാണ്. സ്നേഹത്തിൻ്റെ പുതിയ പ്രഭാഷണമാണ് ഈ കാലുകഴുകൽ എന്നുള്ളത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് നാം കടന്നു പോകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തൻ്റെ കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്രകാരം സൃഷ്ടിച്ച മനുഷ്യൻ തൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ, അവൻ പാപത്തിൻ്റെ വഴികളിലൂടെ ചരിച്ചപ്പോൾ, അവൻ്റെ സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ, അവൻ്റെ മനുഷ്യത്വവും അവൻ്റെ പരിശുദ്ധിയും നഷ്ടപ്പെട്ടപ്പോൾ, ഇതാ ആ ദൈവം തന്നെ മനുഷ്യൻ്റെ മുമ്പിൽ കുനിഞ്ഞിറങ്ങി അവൻ്റെ പാദത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു രംഗം.
എന്തിനായിരുന്നു ക്രിസ്തു ശിഷ്യരുടെ പാദങ്ങളിൽ മുട്ടുകുത്തിയത്? അത് മറ്റൊന്നിനുമായിരുന്നില്ല, അവനെ പുനർനിർമ്മിക്കാൻ, പുനർസൃഷ്ടിക്കാൻ. മനുഷ്യരാശിയുടെ അബദ്ധസഞ്ചാരങ്ങൾക്കും നിൻ്റേതായ ഇഷ്ടങ്ങളുടെ വഴികളിലൂടെ നീ ചരിച്ചതിനും നിന്റെ ചെരുപ്പഴിച്ച് നിന്റെ പാദം കഴുകണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യനെ തന്നോടൊപ്പം വലുതാക്കുവാനായിരുന്നു അവൻ സൃഷ്ടിച്ചത്. എന്നാൽ പാപത്തിലൂടെ അവൻ്റെ ഛായ നഷ്ടപ്പെട്ട മനുഷ്യനെ അവൻ്റെ സ്നേഹത്തിൻ്റെ പുനർഛായ നൽകുവാൻ, ഛായ വീണ്ടും നൽകുവാൻ, അവൻ്റെ സൗന്ദര്യം വീണ്ടും നൽകുവാൻ വേണ്ടിയായിരുന്നു ക്രിസ്തു ആ ശിഷ്യഗണത്തിൻ്റെ മുൻപിൽ ശത്രുത നിറഞ്ഞവരും തള്ളിപ്പറയുന്നവരും ഉപേക്ഷിച്ചു പോകുന്നവരും ഭയചകിതരുമായ മനുഷ്യരാശിക്ക് മുമ്പിൽ മുട്ടുകുത്തിയത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടൊപ്പം ഓഹരിയില്ല. താഴമേശയിലേക്ക് കടക്കുവാൻ, അവൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുവാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ പാദത്തിൻ്റെ ക്ഷാളനം ആവശ്യമാണെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു. മനുഷ്യൻ്റെ പാദമെന്ന് പറയുന്നത് ഈ ഭൂമിയുമായുള്ള അവൻ്റെ ബന്ധത്തിൻ്റെ അടയാളമാണ്. ഭൂമിയിൽ പാദമൂന്ന് നിൽക്കുന്ന മനുഷ്യന് ഭൗമികമായ അവൻ്റെ അവസ്ഥകളെ, ഭൂമിയിലേക്ക് വീണുപോകുന്ന അവൻ്റെ അവസ്ഥകളെ ക്ഷാളനം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിൻ്റെ ഭൗമികമായ ബന്ധത്തിൻ്റെ ആഴങ്ങളിൽ വെടിപ്പാക്കേണ്ട തലങ്ങളുണ്ട്. ആരും കാണാത്ത നിൻ്റെ അഗാധങ്ങളിൽ അശുദ്ധിയുടെ അംശങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങളാണ് കഴുകേണ്ടത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു, ജ്ഞാനസ്നാനം കുളിയാണെങ്കിൽ ഓരോ കുമ്പസാരവും പാദം കഴുകലാണ്. ഓരോ കുമ്പസാരത്തിലും യേശു നമ്മുടെ പാദങ്ങളിൽ വന്ന് മുട്ടുകുത്തി നമ്മോട് ഇപ്രകാരം പറയും, നിനക്ക് കഴുകലിൻ്റെ കുറെ കൂടി ആവശ്യമുണ്ട്. നിൻ്റെ ആഗ്രഹങ്ങളുടെ പാദങ്ങളിൽ, നിൻ്റെ പ്രവൃത്തികളുടെ പാദങ്ങളിൽ, നിൻ്റെ പദ്ധതികളുടെ പാദങ്ങളിൽ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. ഈ അശുദ്ധി കഴുകുവാൻ എനിക്ക് മാത്രമേ ആവുകയുള്ളൂ. ആദരവോടെ മുട്ടുകുത്തുന്ന ഒരു ദൈവം, ഇത്രമാത്രം താഴുവാൻ ഒരു ദൈവത്തിനാകുമെങ്കിൽ ആ ദൈവത്തിൻ്റെ പേരാണ് ക്രിസ്തു. ഇത്രമാത്രം വിനയപ്പെടാൻ ഒരു മനുഷ്യനാകുമെങ്കിൽ നീ ക്രിസ്തു ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം സ്നേഹിക്കാൻ എനിക്കാകുമെങ്കിൽ ഞാൻ ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന പാദക്ഷാളനങ്ങളിൽ നാം എത്തി നോക്കാറുണ്ട്. അനേക മാതാപിതാക്കൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊന്നും എനിക്കിതിൻ്റെ ഭാഷയും ആഴവും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അശുദ്ധിയുടെ പാദങ്ങളിൽ മുത്തമിടുന്ന ദൈവത്തെ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ എത്തിക്കുവാൻ ആരാധനയോടെ എന്നെ നോക്കുന്ന ഒരു ദൈവത്തെയാണ് അത്താഴമേശയുടെ താഴെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഇപ്രകാരം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ കഴുകിയതുപോലെ പരസ്പരം വിശുദ്ധീകരിക്കുവിൻ. സുവിശേഷത്തിൻ്റെ പ്രകാശവുമായി കടന്നു പോകേണ്ട ഓരോ ശിഷ്യൻ്റെയും പാദങ്ങൾ അവിടുന്ന് കഴുകി തുടയ്ക്കുകയായിരുന്നു. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം! രക്ഷകൻ കഴുകിയ പാദങ്ങൾക്കേ സുവിശേഷം പ്രഘോഷിക്കാനാവൂവെന്ന് അവിടുന്ന് തിരിച്ചറിഞ്ഞിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, താഴമേശയിൽ നിന്ന് ദുഃഖവെള്ളിയിലേക്കുള്ള ദൂരം ഒരു കല്ലേറ് ദൂരമാണെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ തീർത്ഥാടനം പിന്നീട് എത്തി നിൽക്കുന്നത് വേദനയുടെയും ഏകാന്തതയുടെയും ആത്മസംഘർഷത്തിൻ്റെയും കൊടുമുടിയിലാണ്. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യൻ ഇരുട്ടിലേക്ക് മറഞ്ഞപ്പോഴും, തള്ളിപ്പറയാൻ സാധ്യതയും ഉപേക്ഷിച്ചു പോകാൻ സാധ്യതയുമുള്ള ശിഷ്യർ ഇരുളിൻ്റെ മറവിൽ നിദ്രാധീനരാകുമ്പോഴും ആലസ്യത്തിനാകുമ്പോഴും അവരനോടുള്ള സ്നേഹത്താൽ ഗുരു ഉരുകുന്ന സ്ഥലമാണ് ഗെത്സമേനി. അവരനോടുള്ള സ്നേഹത്താൽ ഉരുകുന്ന ഈ ഗുരു, ഈ രക്ഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പഴയ നിയമത്തിൻ്റെ ചില ചിന്തകളാണ്. യേശുവിൻ്റെ ഈ ആത്മസംഘർഷം ഒരു തോട്ടത്തിലാണ് സംഭവിക്കുന്നത്. ഈ തോട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു തോട്ടത്തെയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ആദ്യത്തെ ആദം അനുസരണക്കേട് മൂലം, ആന്തരിക സംഘർഷം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു സന്ധ്യയും ഒരു പകലും. ആ തോട്ടത്തിലൂടെ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന മരത്തിൽ നിന്നും നന്മതിന്മകളുടെ ഫലം ഭക്ഷിച്ച് ദൈവഛായ നഷ്ടപ്പെട്ട മനുഷ്യനെ ഈ തോട്ടത്തിൽ വെച്ച് ദൈവം പുനർനിർമ്മിക്കുന്നു, പുനഃസൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ്
യേശു അവിടെ രക്തം വിയർത്തത്. ആദ്യത്തെ ആദത്തോട് ദൈവം പറഞ്ഞു, നിന്റെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കും. ആ വിയർപ്പിന് പകരമായി യേശു ഇവിടെ രക്തം വിയർക്കുന്നു. ഭൂമി നിനക്ക് കാരമുള്ളും മുള്ളും ഉൽപ്പാദിപ്പിക്കും. അപ്രകാരം ശാപത്തിൻ്റെ മുള്ളുകളാണ് യേശു ശിരസിലേറിയത്. ദൈവകൽപ്പനകൾ അനുസരണക്കേട് മൂലം ലംഘിച്ച ആദ്യ ആദത്തിൻ്റെ പാപത്തിന് പരിഹാരമായി രണ്ടാമത്തെ ആദം പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് അനുസരണത്തിലൂടെ ദൈവത്തിൻ്റെ ഛായ തിരിച്ചു നൽകുന്നത്. ആദ്യത്തെ ആദം തൻ്റെ മണവാട്ടിയെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുവാൻ പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ആദം തൻ്റെ സഭയാകുന്ന പുതിയ ഇസ്രായേലാകുന്ന സഭയ്ക്ക് വേണ്ടി തൻ്റെ രക്തം നൽകി, ജീവൻ നൽകി അതിനെ പുനർനിർമ്മിക്കുന്നു. ഇപ്രകാരം സ്നേഹത്തിൻ്റെ വലിയ ഒരു അനുഭവം, ദൈവസ്നേഹത്തിൻ്റെ ഒരു പുനരനുഭവം നാം ഇവിടെ കാണുകയാണ്. ഈ ഗത്സമനിയിലെ രക്തബലി അവസാനിക്കുന്നത് കാൽവരിയിലെ ബലിയിലാണ്. രക്തം ജീവൻ്റെ അംശമാണെന്നും രക്തത്തിലൂടെ മാത്രമാണ് ഒരാൾക്ക് ജീവൻ ഉണ്ടാകുന്നതെന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് രക്തദാനം ഏറ്റവും മഹനീയ ഒരു പ്രവൃത്തിയായി ഇന്നും ലോകം കരുതുന്നത്. ഇവിടെ പോലും പരാജയപ്പെടുന്ന ശിഷ്യഗണങ്ങളെ നമുക്കിവിടെ കാണാം. ചുംബനത്തിൽ ചതിയൊളിപ്പിച്ച ശിഷ്യനും അന്ധകാരത്തിലേക്ക് അണ്ടുപോകുന്ന ശിഷ്യനും യേശുവിൻ്റെ മാർവോട് ചേർന്ന് നിൽക്കുന്ന ശിഷ്യനും വെള്ളി നാണയങ്ങളുടെ കിലക്കത്തിൽ കണ്ണഞ്ചിച്ചു പോകുന്ന ശിഷ്യനും ഒക്കെ നമ്മുടെ പ്രതീകങ്ങൾ തന്നെയല്ലേ? നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തുവിനെ ഓരോ വെള്ളിയാഴ്ചകളുടെയും മുൻപിലും നാം കാണുന്നുണ്ട്. സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരു ക്രിസ്തു ഓരോ പെസഹായ്ക്ക് ശേഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുന്ന മരണം പാപം നിന്നിൽ നോട്ടമിട്ടിരിക്കുന്നു, നിന്നെ വീഴ്ത്തുവാൻ പാപം പതിയിരിക്കുന്നു എന്നുള്ള വചനങ്ങളാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ മാത്രമേ ഈ ശിഷ്യന്മാരുടെയൊക്കെ പ്രതിച്ഛായയുള്ള ബലഹീനതകളുടെ നമുക്ക് ഓരോരുത്തർക്കും ഈ സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് മോചിതരാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുകയാണ്. അവിടെ നിന്ന് വിചാരണയിലേക്കും വിധിയിലേക്കും കുരിശ് വഹിക്കിലേക്കും മരണത്തിലേക്കും ഒക്കെ ആരോഹണം ചെയ്യുന്ന ക്രിസ്തു വഹിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതകളും നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരങ്ങളുമാണ്. ആ കുരിശിലൂടെ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി തരുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത് പോലെ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് വിപരീത അടയാളമാണ്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയത്രേ. ഈ അമൂല്യശിലയായ സജീവശിലയായ ക്രിസ്തുവിലൂടെ നാം വീണ്ടും പണിയപ്പെടുകയാണ്. പുതിയ ഇസ്രായേലായി പണിയപ്പെടുമ്പോൾ കുരിശിൻ്റെ ശത്രുക്കളാവാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രൂശിതനെ സ്നേഹിക്കുന്നവരും ക്രൂശ് വഹിക്കുന്നവരുമാണ് ക്രൂശിതൻ്റെ സ്നേഹിതർ. അവിശ്വസ്തരും അനീതി പ്രവർത്തിക്കുന്നവരും അനുസരണമില്ലാത്തവരുമാണ് ക്രൂശിതൻ്റെ ശത്രുക്കളെന്ന് നാം മനസ്സിലാക്കുമ്പോൾ കുരിശ് ആദിമ പർദീസായുടെ നടുവിൽ നട്ടിരുന്ന ആ ജീവവൃക്ഷമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ആ ജീവവൃക്ഷത്തിൽ നിന്ന് അനുസരണക്കേട് മൂലം കൈനീട്ടി പറിച്ച ഫലം കഴിക്കുവാൻ നമുക്കിന്ന് സാധിക്കുന്നത് ഈ കുരിശിലൂടെയാണ്. അതിനാലാണ് സഭാപിതാക്കന്മാരും നമ്മുടെ പ്രാർത്ഥനകളിലും കുരിശ് രക്ഷയാണ് എന്ന് നമ്മോട് പറയുക. ഗത്സമേനും കാൽവരിയും ആദിമാതാപിതാക്കൾ പരാജയപ്പെട്ട് ഇറങ്ങിപ്പോയ തോട്ടത്തിന് പകരമായി നിൽക്കുന്ന രക്ഷയുടെ തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ നടുവിൽ ഉയർത്തപ്പെട്ട ജീവൻ്റെ വൃക്ഷമാണ് കുരിശ്. ഈ കുരിശിലേക്കുള്ള തീർത്ഥാടനമാണ് ഈ ആഴ്ചയിൽ നാം നടത്തുക. അപ്രകാരം രക്ഷയുടെ ഈ കുരിശിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ കുരിശാകുന്ന ഗോവണിയിലൂടെ, കുരിശാകുന്ന മരത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക് നാം ആരോഹണം ചെയ്യുകയാണ്. ആകാശത്തിൽ എത്തി നിൽക്കുന്ന ഈ കുരിശിൻ്റെ ഒരഗ്രവും പാതാളത്തിൽ താഴ്ന്നിറങ്ങുന്ന ഈ കുരിശിൻ്റെ മറ്റേ അഗ്രവും പാപത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കരകയറുന്ന രക്ഷ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ അടയാളമാണ്. പീഡാനുഭവമാകുന്ന മണവറയിലേക്കും മരണമാകുന്ന വിരുന്നിലേക്കും നമ്മെ ക്ഷണിക്കുന്ന ഈ പീഡാനുഭവ കാലങ്ങളിൽ ആദിമാതാപിതാക്കൾ മുതൽ പാതാളത്തിൽ അവശേഷിക്കപ്പെട്ട
പാതാളത്തിൽ ഒറ്റപ്പെട്ടു പോയ എല്ലാ മനുഷ്യരും പ്രവേശിക്കുന്നതും ആരോഹണം ചെയ്യുന്നതും ഈ കുരിശിലൂടെയാണ്. ഈ കുരിശിൽ, ഈ മരത്തിൽ, വെളിപാടിൻ്റെ പുസ്തകം പറയുന്നത് പോലെ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഈ മരത്തിൽ, ഈ കുരിശുമരത്തിൽ രോഗശാന്തിയുണ്ട്. ഭീതി നിറഞ്ഞവർക്ക് സമാധാനമുണ്ട്. പാപത്തിൻ്റെ കറയിൽ കളങ്കിതരായവർക്ക് തിരുരക്തത്തിൻ്റെ വിശുദ്ധി നൽകുന്ന ക്ഷാളനമുണ്ട്. പാപത്തിൻ്റെ വിശപ്പിലും ദാഹത്തിലും തളർന്നു പോകുന്നവർക്ക് ആശ്വാസത്തിൻ്റെ ഭക്ഷണം നൽകുന്ന, സാന്ത്വനത്തിൻ്റെ എണ്ണ നൽകുന്ന തൈലമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുരിശ് സ്വർഗത്തിലേക്ക് പറക്കുന്ന ചിറകാണ് എന്ന് സഭാപിതാക്കന്മാർ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പ് ധ്യാനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് യാത്രയായ, കുരിശിൽ തൂങ്ങി മരിച്ചുകൊണ്ട് രക്ഷപൂർത്തിയാക്കിയ യേശുവിനോടൊപ്പം ഈ തീർത്ഥാടനം നമ്മെ കുരിശിൻ്റെ ചിറകിലേറ്റി സ്വർഗത്തിലേക്കും പിതാവിൻ്റെ മടിയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുമെന്നതിൽ യാതൊരു സംശയമില്ലാതിരിക്കെ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാകുവാൻ, ജീവിതത്തിൻ്റെ അംശമാകുവാൻ ഓരോ പ്രാവശ്യം കുരിശ് വരയ്ക്കുമ്പോഴും, ഓരോ പ്രാവശ്യം കുമ്പിടുമ്പോഴും ക്രൂശിതനായവൻ നമ്മോടുകൂടെയുണ്ട്. ഈ കുരിശിൻ്റെ ചിറകിലൂടെ അവൻ നമ്മെ ജീവൻ്റെ തുറമുഖമായ സ്വർഗത്തിലെത്തിക്കുമെന്ന പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുകയും ഈ തീർത്ഥാടനത്തിൽ ഹൃദയശുദ്ധിയോടുകൂടി, കഴുകപ്പെട്ട പാദങ്ങളോടുകൂടി, ഹൃദയത്തിൽ ചേർത്ത് വെച്ച ജീവൻ്റെ അടയാളമായ അപ്പം ഭക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു പീഡാനുഭവാഴ്ചയും തുടർന്നു വരുന്ന ഉത്ഥാന തിരുനാളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.